BaBu Monz TeChz എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പുതിയൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ ആണ് Redmi 10 Prime എന്ന് പറയുന്ന ഫോണിൻ്റെ. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം, ഞാൻ തുടങ്ങുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബോക്സ് തുറന്നപ്പോൾ നിന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ബോക്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു TPU കേസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡോക്യുമെൻറ്റ്സും വേറെ സംഭവങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു സിം ഇജക്ടർ ടൂൾ, പിന്നെ നമ്മുടെ സ്വന്തം ഫോൺ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വന്തം 18 വാട്ട്സിൻ്റെ ചാർജർ, ടൈപ്പ് സി കേബിൾ. ഓക്കെ, പിന്നെ നമ്മൾ ഫോണിനെ പറ്റി പറയുന്നത് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ സൈഡിലാണ് വരുന്നത്. ഓക്കെ, അതിന് കുഴപ്പമില്ലാത്ത റെസ്പോൺസ് ടൈമും സംഭവം വരുന്നുണ്ട്. അതിൻ്റെ നേരെ മേലാണ് നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ കിട്ടുന്നത്. പിന്നെ മേലത്തെ സൈഡിൽ നോക്കുന്നതാണെങ്കിൽ 3.5 ജാക്ക്, ഡുവൽ സ്പീക്കർ, സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ മൈക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ് വരുന്നുണ്ട്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കുന്നതാണെങ്കിൽ 3 സ്പേസ് സിം സ്ലോട്ട് വരുന്നുണ്ട്. ഒരു മെമ്മറി കാർഡിൻ്റെ 2 സിമ്മിൻ്റെ. ഓക്കെ, ഇനി താഴത്തെ ഭാഗത്ത് നോക്കുന്നതാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു മൈക്ക് വരുന്നുണ്ട്, ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്, സ്പീക്കർ ഗ്രില്ല് വരുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ 3 കളേഴ്സിലാണ് വരുന്നത്. ആസ്ട്രൽ വൈറ്റ്, ഒരു ഫാൻറ്റം ബ്ലാക്ക്, പിന്നെ ഒരു ബ്ലൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ AMOLED സൂപ്പർ AMOLED അങ്ങനത്തെ സംഭവം വന്നിട്ടില്ല. ഓക്കെ, 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. പിന്നെ എന്നാൽ കളറും ഇതെല്ലാം കുഴപ്പമില്ല, പക്ഷേ ഒരു എന്നാൽ വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടും. പക്ഷേ AMOLEDൻ്റെ അത്ര ഒരു ഇത് വരുന്നതെന്നുള്ളൂ. പിന്നെ റിഫ്രഷ് റേറ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. 60 ഹെർട്സിലെ 90 ഹെർട്സ്, അത് അഡാപ്റ്റീവ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ വെച്ചാൽ യൂസ് ചെയ്യുന്ന ആപ്സിന് വെച്ചിട്ട് അത് കണക്കായിട്ട് സ്ക്രോളിങ്ങിന് വേണ്ടിയിട്ട് അത് ചേഞ്ച് ആയിക്കോളും. ഓക്കെ, പിന്നെ പ്രൊസറിനെ പറ്റി പറയാനാണ് MediaTekൻ്റെ Helio G88 ഇന്ത്യൻ്റെ ഇപ്പോൾ ലോഞ്ച് ചെയ്ത പ്രൊസറാണ്. മീൻസ് ഇന്ത്യ ഡിബറ്റാണ്. പിന്നെ റാം വരുന്നത് 6GB LPDDR4Xും റോം 128GB eMMC 5.1 ആണ് ഇതിൻ്റെ സ്റ്റോറേജ് ടൈപ്പ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ മെമ്മറി എക്സ്പാൻഷൻ്റെ ഒരു ഫീച്ചറും കൂടി കൊടുത്തിട്ടുണ്ട്. അതിനെക്കൊണ്ട് 4GB റാം ആണെങ്കിൽ നിങ്ങൾക്ക് എന്നാൽ 2GB വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യും. പിന്നെ 6GB ആണ് 8GB ആക്കാം. ഓക്കെ, പിന്നെ 6000 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. അതിൽ 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, 9 വാട്ട്സിൻ്റെ റിവേഴ്സ് ചാർജിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ചാർജിങ് നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട്. ഒരു ഫോണിൽ നിന്ന് വേറെ ഫോണിലേക്ക് നല്ല സ്പീഡിൽ നടക്കും. ഓക്കെ, പിന്നെ വേറെ ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണക്ടിവിറ്റി, ഇത് 5G ഫോണല്ല, ഒരു ഡുവൽ 4G വോൾട്ടി ഫോണാണ്. ഓക്കെ, വൈഫൈ കോളിംഗ് ഉണ്ട്, ബ്ലൂടൂത്ത് 5.1 ഉണ്ട്, ഡുവൽ ബാൻഡ് വൈഫൈയും വരുന്നുണ്ട്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 50 MPൻ്റെ മെയിൻ ക്യാമറ വരുന്നുണ്ട്, 8 MPൻ്റെ അൾട്രാ വൈഡ്, 2 MPൻ്റെ മാക്രോ, 2 MPൻ്റെ ഡെപ്ത് സെൻസർ. ഓക്കെ, LED സംഭവം വരുന്നുണ്ട്. ഓക്കെ, ഇനി ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 8 MPൻ്റെ ഒരു ക്യാമറയാണ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ക്യാമറേൻ്റെ ഓവറോൾ ഒരു എന്താ പറയുക ക്വാളിറ്റിയും സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബഗ്ഗിയാണ്. ഓക്കെ, ആപ്പ് ലോഞ്ചിൻ്റെ മീൻസ് ക്യാമറ ലോഞ്ചിൻ്റെ എല്ലാം. പക്ഷേ 50 MPൻ്റെ ക്യാമറ നല്ല ഡീറ്റെയിലിംഗ് ഇതെല്ലാം വരുന്നുണ്ട്. ഓക്കെ, സാധാരണ 50 MPയും പിന്നെ നോർമൽ ക്യാമറയിൽ അത്ര വ്യത്യാസം തോന്നില്ല. അൾട്രാ വൈഡ് കുഴപ്പമില്ല. അപ്പോൾ ഇനി സോഫ്റ്റ്വെയറിനെ പറ്റി പറയാനാണെങ്കിൽ MIUൻ്റെ 12.5.1 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് സെക്യൂരിറ്റി അപ്ഡേറ്റ് വരുന്നത് ജൂലൈൻ്റെ ആണ്. ഓക്കെ, പിന്നെ കുറേ ബ്ലോട്ട്വെയർ ഉണ്ട്. ഓക്കെ, MIൻ്റെ തന്നെ അത് കുറച്ചൊന്നും അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ബാക്കിയൊന്നും കുറച്ചൊന്നും അൺഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ആഡ്സ് ഇപ്പോൾ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കുറവാണ് കണ്ടത്. പിന്നെ ഗൂഗിളിൻ്റെ തന്നെയാണ് ഇതിൽ ഡയലറും കീബോർഡും വരുന്നത്. പിന്നെ ഗെയിമിങ്ങിനെ പറ്റി പറയുന്നത് സ്മൂത്തിൽ നിങ്ങൾക്ക് 40 FPS വരെ കിട്ടും. PUBGയിലും ഒരു കുഴപ്പമില്ലാത്തൊരു ഗ്രാഫിക്സ് സെറ്റിങ്സ് ഇപ്പോൾ ഉണ്ട്. കുഴപ്പമില്ലാത്ത എന്താ പറയുക സ്പീഡും സംഭവമുണ്ട്, ലാഗൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ HD എല്ലാം കൂട്ടുമ്പോൾ കുറച്ചൊരു വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൽ Gcamൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതിനെക്കൊണ്ട് Gcamൻ്റെ പോർട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വൈഡ് വൈലിന് L1ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതിനെക്കൊണ്ട് പ്രൊട്ടക്ട് കണ്ടന്റും സ്ട്രീമിങ് ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഓവറോൾ ഈ ഫോണിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് 3 കളേഴ്സിലും 2 വേരിയൻസിലാണ് വരുന്നത്. ഒന്ന് 4+64GB വേരിയൻറ്റും അതിൻ്റെ പ്രൈസ് വരുന്നത് 12,499 രൂപ. ഓക്കെ, പിന്നെ 6+ 128GB സ്റ്റോറേജും അതിൻ്റെ പ്രൈസ് 14,499 രൂപ. എന്നാലും പക്ഷേ ഇത് എന്താ പറയുക ഭയങ്കര ഡൗൺ ഗ്രേഡാണ്. എന്താ വെച്ചാൽ 50 MPൻ്റെ ക്യാമറയാണ് വരുന്നത്, ബാക്കി ക്യാമറ ഒന്നും നല്ലതല്ല. പിന്നെ ഫ്രണ്ട് ക്യാമറ 8 MB ആണ്, അത് ഈ പ്രൈസ് റേഞ്ചിൽ ഭയങ്കര കുറവാണ്. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ സൂപ്പർ AMOLED അല്ല വരുന്നത്, നോർമൽ IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ബാറ്ററി കുഴപ്പമില്ല, ബാറ്ററി 6000 mAh നല്ലതാണ്. പക്ഷേ ബാക്കി സംഭവങ്ങൾ എന്താ ക്യാമറ, പ്രോസസ്സർ, പിന്നെ ഇത് 5G സപ്പോർട്ടായിട്ടുള്ള 4G ഫോണാണ്. അതുകൊണ്ടാണ് പറയുന്നത് നല്ലൊരു ഫോണല്ല. റെഡ്മിൻ്റെ തന്നെ എടുക്കണം എന്നാണെങ്കിൽ റെഡ്മിൻ്റെ Note 10 Pro അത് ഇതിൻ്റെ ആയിട്ട് കുറച്ചും കൂടി ബെറ്ററാണ്. എന്താ വെച്ചാൽ സൂപ്പർ AMOLED വരുന്നുണ്ട്, ക്യാമറ ബെറ്ററാണ്, പ്രൈസ് റേഞ്ചും ഇതിൻ്റെ അടുത്ത് തന്നെയാണ്, 14,000 15,000 അടുത്താണ്. ഇപ്പോൾ എന്താ വെച്ചാൽ ഓഫേഴ്സ് എല്ലാം വരുന്നതുകൊണ്ട് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ 13,000 അടുത്തെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താ പറഞ്ഞാലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് വേറെ ഫോൺസ് ഇനിയും വേണമെന്നാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യുക. ഡിസംബർ ആകുമ്പോഴത്തേക്കും നല്ലൊരു ഫോൺസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ബാക്കിയുള്ളവർ ഞാൻ പറഞ്ഞാൽ ഇപ്പം തന്നെ എടുക്കുന്നുണ്ടെങ്കിൽ Redmi Note 10 Pro അതാണ് ഇപ്പോൾ ഉള്ള പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഫോൺ. ഓക്കെ,
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബാബു മോൺസ് ടെക്സിലേക്ക്.